ഹായ് ഫ്രണ്ട്സ്, മാർവലസ് കുക്കിംഗ് സ്കിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് കോഴിക്കോട്ടയാണ്. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ശർക്കര, 1 സ്പൂൺ ജീരകം, തേങ്ങ, അരിപ്പൊടി എന്നിവയാണ്. ആദ്യമായി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങയിലേക്ക് ശർക്കര ചിരകിയത് ഇട്ട് കൊടുക്കാം. ജീരകം ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം സ്റ്റൗവിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 1/2 സ്പൂൺ ഉപ്പിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കോഴിക്കോട്ടയ്ക്കുള്ള മാവ് തയ്യാറാക്കാം. അതിനായി അരിപ്പൊടിയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ഉപ്പുവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വാങ്ങി വെച്ചിരുന്ന ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വീതം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് പാകത്തിന് ആക്കാം. ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കാം. അതിൽ നിന്ന് ചെറിയ ഉരുളകളായി എടുത്ത് നമുക്ക് കോഴിക്കോട്ടയ്ക്കുള്ള കൊട്ട തയ്യാറാക്കാം. നമ്മൾ തയ്യാറാക്കിയ കൊട്ടയിലേക്ക് നമ്മൾ റെഡിയാക്കി വച്ചിരുന്ന ശർക്കരയും തേങ്ങയും നിറച്ച് കൊടുക്കാം. ഇനി ഒന്ന് മടക്കി ഉരുളയാക്കി എടുക്കാം. ഒരു കോഴിക്കോട്ട റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ കോഴിക്കോട്ടകളും റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മളെല്ലാ കോഴിക്കോട്ടകളും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഇത് നമുക്ക് ഒരു സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. അടുപ്പ് വെച്ച് മൂടി വയ്ക്കാം. ഇനി ഒരു 15 മിനിറ്റ് ഇത് നന്നായി വെന്ത് വരട്ടെ. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കോഴിക്കോട്ട വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മുടെ കോഴിക്കോട്ട നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കോഴിക്കോട്ട ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം. ബൈ.